അല്ല കാക്ക എത്തിപ്പോ കാലിനും കജ്ജിനൊക്കെ അതൊന്നും പറയണ്ടോ. ഇന്നലെ പൂച്ച കടിച്ച് മാന്തിയതാണ് പോയി. പൂച്ച മാന്ത്? ആഹാ, എങ്ങനെ ഇപ്പൊ? അതിന്റെ കഥ ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ ചട്ടിപ്പറമ്പ് മാർക്കറ്റ് പോയതായിരുന്നു. പോയപ്പോ അവിടെ നല്ല വെള്ളലുവ പോലത്തെ നല്ല പിടക്കണ മത്തിയാണ്. മത്തി? അപ്പൊ ഞാൻ അത് 1.5 കിലോ മത്തി മേടിച്ച് അത് പെരി കൊടുത്തിട്ടേ ആ മത്തി, ഞാൻ അങ്ങനെ മീനൊന്നും കൂട്ടാത്ത ആളാണ്. ഞാൻ അയില അയക്കോറ അതൊക്കെ എല്ലാം കൂട്ടല്, വേറെ മീനൊന്നും ഞാൻ കൂട്ടലില്ല. മത്തി കണ്ടപ്പോ എനിക്ക് നല്ല പിടക്കണ മത്തിയാണേ. ഇത് കണ്ടപ്പോ ഞാൻ വിട്ടില്ല. ഞാൻ 1.5 കിലോ വാങ്ങി. 1.5 കിലോ 100 റുപ്യേന് 1.5 കിലോ ഞാൻ വാങ്ങിക്കാണ്ട് ഞാൻ പെരി കൊണ്ടേ ചെന്നപ്പോഴേ കുട്ടികളോട് പറഞ്ഞു നല്ല വെളുത്തുള്ളി മുളകൊക്കെ കൂട്ടിക്കാണ് നല്ല അരച്ചിട്ട് നല്ല പൊരിച്ചിങ്ങള് അത് ഒരു കൊടുന്നു തന്നീന്ന്. അതുപോലെ പെരയിലെ കുട്ടികളൊക്കെ എല്ലാം പൊരിച്ച് റെഡിയാക്കിക്കാണ്ട് കൊടുന്നു വെച്ചിന്. അപ്പൊ ഒരു 3-4 പൂച്ചണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണ്. അപ്പൊ ഇത് മത്തി കൊടുന്നു വെച്ചപ്പോഴേ ഞാൻ ഇതിങ്ങനെ ആദ്യം ഒന്ന് തിന്നപ്പോഴേ നല്ല രസമുണ്ട്. അപ്പൊ പിന്നെ 2 തിന്ന് 3 അങ്ങനെ ആ കൊടുന്നത് മുഴുവൻ ഞാൻ തിന്നേ. പൂച്ചാളത്ത് കിട്ടിച്ചിട്ട് കാത്തിക്കാണേ. അപ്പൊ ആ പൂച്ചാള് കിട്ടാത്ത ദേശത്തിന് ഇന്നെ മണ്ണിക്കാണ്ട് ചാടി ജാക്കി ചാൻ ചാടുന്ന മാതിരിയാണ് ചാടിയത് പൂച്ചാള്. അപ്പൊ അത് ഇതിനൊന്നും പറയണ്ടേ. എവിടെ എനിക്ക് ഇവിടെ ഒന്നും പൊന്തിച്ചാൻ പറ്റാത്ത വട്ടത്തിലാണ് ഇപ്പൊ അടക്കി മാന്തിട്ടുണ്ടേ. വല്ലാത്തൊരു കഥ. ഇപ്പൊ ഞാനിന്നിട്ട് ഒരു മുള്ളു വരാറ്റിങ് കിട്ടിയിട്ടില്ല. അതാണ് ദേശാറ്റിങ്. മീൻ മുള്ളു ഞാൻ തിന്നില്ലേ. അതിലധികം മുള്ളുണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാം തിന്നുവിടാൻ നമുക്ക്. അപ്പൊ അവിടെ 3-4 പൂച്ച എടുക്കുമ്പോ അതിന് 2-3 കഷ്ണം കൊടുത്തു. ഞാൻ ഇങ്ങനെ ഒന്ന് തിന്നപ്പോ അത് കഴിഞ്ഞ പിന്നെ 2ാമത് പൂച്ചാളെ തിന്ന് നോക്കിക്കല്ലേ. അത് ലാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചാടിന്റെ മേത്തേക്ക് വാസി തീർത്തതാണ്. അല്ലെ ജാക്കിച്ചാൻ ചാടിന്റെ മാതിരിയാണ് ഇന്റെ മേത്തേക്ക് ചാടിയത് 3-4. ഹോസ്പിറ്റലിൽ പോയാ? ഹോസ്പിറ്റലിൽ ചെക്കൻ്റെ വരാൻ തന്നെ ഉണ്ട് പോവാന്. ഹോസ്പിറ്റലിൽ പോവല്ലേ? ആയിക്കോട്ടെ എന്നാല് ഞാൻ പോവാ. ഞാൻ പോയേക്കട്ടെ. ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ എന്തായാലും വെക്കേണ്ടി വരും. പറയാൻ പറ്റാത്തോടത്തൊക്കെ വെക്കേണ്ടി വരും. ഓ അഞ്ഞിപ്പോ എങ്ങനെയൊക്കെ ഇവിടെ കാണുന്നാവും. ആയിക്കോട്ടെ എന്നാല്. ആയിക്കോട്ടെ. എന്താ ചൂടക്കണ്? ഞാന് വേറെ ബൈക്ക് പോകാൻ നിക്കാണ്. എന്നെ കണ്ടേ നന്നായി. ആ കാതറിനെ കാണാൻ ഒന്ന് കാണണം. കാതറാക്കൽ നമ്മളെ ആളൊന്ന് കാണണം. അയാൾ എന്റെ എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണം മുടക്കിയാണ്. എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണം? എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണത്തിന്റെ പങ്ങളെ. അപ്പൊ ഓരോന്ന് എന്നോട് വെച്ച് ഓര് വിളിച്ചു പറഞ്ഞു അത് നടക്കൂലട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അറിയണം പറഞ്ഞു. എന്താണ് പ്രശ്നങ്ങൾ പറയണമെന്നാണ് ഓര് പറഞ്ഞു. ഇങ്ങ അവിടുത്തെ ഒരാള് രൂപ കവർന്നപ്പോ ഈ പറഞ്ഞ ആളാണ്. അപ്പൊ അയാളെ വെറുതെ വിടാൻ പറ്റും. അയാളിപ്പോ പൂച്ച കടിച്ചിക്കാണ്ട് അവിടെ നിൽക്കണ്ടല്ലോ. ഈ പൂച്ചയും നായും കടിച്ചു അയാളെ കടിച്ചാതിരിക്കും. അയാൾ ഈ പണി വെച്ചപ്പോ അയാളെ കടിച്ചാതിരിക്കും. പിന്നെ ആൾ ഈ പണി വെച്ചാൻ പാടില്ല. ഒരു കുട്ടിനെ കല്യാണമൊക്കെ മുടക്കാൻ എന്താണ് ആള് അബീന്റെ അളാപ്പാൻ അയാൾ അറിയുന്നതും അല്ല. നമ്മൾ തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് അയാളൊന്ന് കണ്ടേ പറ്റും. പൂച്ച അടിച്ചാൽ അടിച്ചാൽ ആള് 2 പെട്ട് കിട്ടണം. അതാണ് വർത്താനം. ഇതാണ് ആണല്ലോ. ഇതാൻ പാടില്ല. അറിഞ്ഞ ജീവിതത്തിലെ കുട്ടികൾ അയാൾ അങ്ങനെ ചെയ്യോ? അയാളെ ചവിട്ടി മുറിച്ച് ഊരെ മുറിച്ചൊന്നും തന്നെ ജില്ലെങ്കിൽ ഞാൻ പോവാണ്. ഞാൻ എന്താണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ ഇവിടെ നമ്മളെ തുറക്കാനില്ല മറ്റേ യൂസ് വരാനപ്പോ ഓരോ കാത്തുനിന്നാണ്. 5 മതി വരുന്നില്ല. ഞാൻ ഓന്റെ വണ്ടിമാട് പോയിട്ട് എന്റെ വണ്ടി ഇവിടെ ഇജ്ജ് പോകുന്നില്ലേ ഞാൻ പോകും. 2 വിട്ടിടണ ആൾ ഇഞ്ഞ് മുടക്കരുത്. കുട്ടിയാ കാതറാക്കാന്റെ പേരാ. കാതറാക്കാന്റെ ഈ പേരെന്നെ കാതറാക്കല്ലേ? ഞാൻ വരണ നടക്കി. ഇനി മേലാക്ക കുട്ടികളെ കല്യാണം നിങ്ങളെ ഊരെ ഞാൻ ചവിട്ടും. ഇനി മേലാക്ക ആവർത്തിക്കരുത്. ശരിയായി തരാം ഞങ്ങൾക്ക്. അല്ല ഇവിടെ കിടക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ?